വെൽക്കം ബാക്ക്. ഇതെൻ്റെ ഷോപ്പാണ്. കുറേ ലേഡീസൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവിടെ കൂടെ മക്കളുണ്ടാവും. മക്കൾ കൂടെ ഇച്ചിരി കുഞ്ഞും ഉണ്ടാവും. അപ്പോൾ സംസാരിക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഡിവോഴ്സ് ആയിരുന്നു. അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരെയൊന്നുമല്ല ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം തന്നെയാണ്. 19 20 വയസ്സായ പിള്ളേരായിരിക്കും ഡിവോഴ്സ് ആയിട്ടുണ്ടാകുന്നത്. ഹസ്ബൻഡ് കുടിക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നെല്ലാം പറഞ്ഞിട്ട് പല പ്രോബ്ലംസ്. അവരാണെങ്കിൽ ഇപ്പോഴും പാരൻസിന് തണലിൽ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥയാണ്. പഠിത്തം പകുതി നിർത്തി വെച്ച പിള്ളേരാണ്. ചെറുപ്പത്തിൽ കെട്ടിച്ചു കൊടുത്തല്ലേ, പിന്നെ അങ്ങനെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാരണവശാലും മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതിരിക്കരുത്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു +2 ക്ലാസ്സെങ്കിലും കൊടുക്കണം. ആ കുട്ടിക്ക് ഒരു +2 വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ളൊരു കോൺഫിഡൻസ് ആ കുട്ടിക്കില്ല. കാരണം 10th കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ കുറേ പേര് +2 കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു പാരൻസിൻ്റെ കടമയെന്ന് പറയുന്നത് മക്കളൊക്കെ നല്ല രീതിയിൽ വളർത്തുക, നല്ല ഭക്ഷണം, വസ്ത്രം, നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേഗമൊന്ന് കെട്ടിച്ചു കൊടുത്താൽ തലവേദന മാറിയത് ചിന്തിക്കുന്ന കുറേ പാരൻസ് ഉണ്ട്. അത് തെറ്റാണ്. നേരത്തെ കെട്ടിച്ചു വിടുന്നത് തെറ്റാണെന്നാണ്, അല്ലാതെ കെട്ടിച്ചു കൊടുക്കുന്നത് തെറ്റെന്നല്ല. അപ്പം മക്കൾക്ക് അവർക്ക് വേണ്ടുന്ന, അവർക്ക് സ്വയം പര്യാപ്തമാകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുത്തിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാഭ്യാസം ഒരു വെപ്പണാണ്, ശരിക്കും ആയുധം തന്നെയാണ്. നമുക്ക് ചങ്കൂറ്റത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു സാഹചര്യവും മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചങ്കൂറ്റം വേണം. ഈ ചങ്കൂറ്റം നമുക്ക് കിട്ടുന്നത് ഈ വിദ്യാഭ്യാസം കൂടുതലുള്ളവർക്ക് തന്നെയാണ്. എന്നാൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് ചങ്കൂറ്റമുണ്ട്. അത് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ വിദ്യാഭ്യാസം ഇല്ലാത്തത് കാരണം അവർ കുറേ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും. അങ്ങനെ അനുഭവം കൊണ്ട് അവർ വിദ്യ നേടിയവരായിരിക്കും. അവർക്ക് ചങ്കൂറ്റം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും, നമ്മുടെ കടമ എന്ന് പറയുന്നത് മക്കളിൽ നിന്ന് പഠിപ്പിച്ച് വലിയ കാര്യമൊന്നുമില്ല, ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒന്നൊരിക്കലും പ്രതീക്ഷിക്കാനേ പാടില്ല. മക്കളിൽ നിന്ന് അത് കിട്ടണം, ഇത് കിട്ടണം, നമ്മൾ ഒന്നും പ്രതീക്ഷിക്കണ്ട. നമ്മുടെ കടമ എന്താണോ അത് ചെയ്ത് കൊടുക്കുക. ഫ്യൂച്ചറിൽ അവർക്കത് വലിയൊരു ആയുധം തന്നെയാണ്. ഓക്കെ. മക്കൾക്ക് അവരുടേതായ ഒരു കടമയുണ്ട്, പാരൻസ് നല്ല പോലെ നോക്കാനുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കടമകൾ ചെയ്യണം. അതേപോലെ പാരൻസും കാര്യമായി ചെയ്യേണ്ട ഒരു കടമ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുക. നല്ലൊരു ജീവിതം അതിലൂടെ കിട്ടും. ഈ നല്ലൊരു ജീവിതം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ, ജീവിതം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അവർക്ക് വേറൊരു വഴിയില്ല. നേരെ മറിച്ച് അവർക്ക് വിദ്യയും കൂടി കയ്യിലുണ്ടെങ്കിൽ ജീവിതം പൊട്ടിപ്പോയാലും അവരുടെ ജീവിതം മുന്നോട്ടങ്ങ് പോകാനുള്ള വഴി അവർ കണ്ടെത്തും. ഇല്ലെങ്കിൽ എന്താവുമെന്നറിയോ, സ്വർഗത്തിലാണെങ്കിൽ പോലും നമ്മൾ നരകത്തിലെ പോലെ ജീവിക്കേണ്ടി വരും. നേരെ മറിച്ച് നമുക്ക് നല്ലൊരു വിദ്യ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, നല്ലൊരു അനുഭവം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നരകത്തിൽ പോലും സ്വർഗത്തെ പോലെ ജീവിക്കാൻ പറ്റും. ഓക്കെ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. നമ്മുടെ പേഴ്സണൽ എക്സ്പെൻസ്, നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള എക്സ്പെൻസെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ. മറ്റുള്ളവർ ചിലവിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അവർ വിചാരിക്കും ഞാനാണ് അവരെ പോറ്റുന്നത്, ഞാനാണ് അവരെ ചിലവിന് കൊടുക്കുന്നത്. പക്ഷേ ആരെയും പോറ്റുന്നുമില്ല, വളർത്തുന്നുമില്ല, ചിലവിനും കൊടുക്കുന്നില്ല. ആരിലൊക്കെയോ ആയിട്ട് റബ്ബ് തന്നെ കൊടുത്തു വിടുന്നതാണെന്നുള്ള യാഥാർത്ഥ്യം അതാരും മനസ്സിലാക്കുന്നു പോലുമില്ല. പെട്ടെന്ന് ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഭാര്യയും മക്കളൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ നമ്മുടെ തോന്നലാണ്. ഞാനാണ് അവരെ വളർത്തുന്നത്, ഞാനാണ് അവരെ ചിലവിന് കൊടുക്കുന്നത്, ഞാനാണ് അവരെ പോറ്റുന്നത്. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുക. അതിന് നമുക്ക് വിദ്യാഭ്യാസം എത്രയാണുള്ളത് അതിനനുസരിച്ചുള്ള ഒരു ജോലി വാങ്ങിച്ച് നമ്മുടെ മക്കളുടെ പേഴ്സണൽ എക്സ്പെൻസുകൾ നമുക്ക് കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു നോളജാണ് ഞാനിവിടെ പറഞ്ഞത്. പഠനം കംപ്ലീറ്റ് ചെയ്യാതെയാണ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തത്. പിന്നീട് വന്ന കുറേ ദുരന്തങ്ങൾ, പിന്നീട് കുറേ ബുദ്ധിമുട്ടി ആ ഒരു പഠനം കംപ്ലീറ്റ് ചെയ്യാനും. മക്കളായതിനു ശേഷം പഠിക്കാമെന്ന് വെച്ചാൽ വലിയൊരു പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് നേരത്തെ തന്നെ വിദ്യാഭ്യാസം നേടി വെക്കാം. അതുകൊണ്ട് പഠിക്കേണ്ട പ്രായത്തിൽ നല്ല പോലെ പഠിക്കുക. ജോലി ചെയ്യേണ്ട പ്രായം ആയിക്കഴിഞ്ഞാൽ ജോലി ചെയ്യുക. അല്ലാതെ ജോലി ചെയ്യേണ്ട പ്രായത്തിൽ പഠിക്കുകയും പഠിക്കേണ്ട പ്രായത്തിൽ ജോലി ചെയ്യാനും പോയി കഴിഞ്ഞാൽ ശരിക്കും പെടും. ഓക്കെ. താങ്ക് യു സോ മച്ച്.